യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന മഹാഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്യം തിരുവചനത്തിൽ നിന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് വീണു, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. 3 തരത്തിലുള്ളതായ കഷ്ടപ്പാടുകൾ ഒരു ഭവനത്തിൻ്റെ നേരെ ആഞ്ഞടിച്ചപ്പോൾ ആ ഭവനം താഴെ വീണു, ആ വീട് താഴെ വീണു. 1, വൻമഴ ചൊരിഞ്ഞു, മുകളിൽ നിന്ന് മഴ വെള്ളം താഴേക്ക് പതിക്കുന്നു. 2, നദികൾ പൊങ്ങി, സ്വാഭാവികമായും മഴ കൂടുമ്പോൾ നദികളിലെ വെള്ളം പൊങ്ങി വരും, താഴെ നിന്ന് നദിയിലെ വെള്ളം പൊങ്ങി മുകളിലേക്ക്. കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. 4 വശത്തു നിന്നും കാറ്റ് ആ വീടിൻ്റെ മേൽ ആഞ്ഞടിക്കുകയായിരുന്നു. ഈ 3 കെടുതികളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ വീട് താഴെ വീണു. നമ്മൾ നാട്ടിൽ ജോലിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ വിദേശത്ത് ജോലിയുള്ള ഒരു വ്യക്തി ഒരു ഭവനം പണിയണമെന്ന് ആഗ്രഹിച്ചു. നാട്ടിൽ സ്വന്തം സ്ഥലത്തിൻ്റെ അടുത്തല്ല ജോലിയെങ്കിൽ, അല്ല ഒരു പ്രവാസിയാണ് എങ്കിൽ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തിയെ ഈ ഭവനം പണിയാൻ നമ്മൾ ഏൽപ്പിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ പലപ്പോഴും നാം ആ ഭവനം പണിയുന്ന സ്ഥലത്ത് ഇല്ല. ആ ഏൽപ്പിച്ച വ്യക്തിയെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് പണം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പണി ആരംഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനം ഇട്ട് വരുമ്പോൾ അത് മണലുള്ള സ്ഥലമാണെന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ ആഴത്തിലേക്ക് പോകാതെ ഒരല്പം ഉറച്ച ഒരു സ്ഥലം കിട്ടിയപ്പോൾ അവിടം വെച്ച് അദ്ദേഹം തറ പണിതു തുടങ്ങുന്നു. നമ്മൾ അറിയുന്നില്ല, വീട്ടുടയവൻ അറിയുന്നില്ല, പണം മുടക്കുന്ന വ്യക്തി അത് അറിയുന്നില്ല. എന്നാൽ വളരെ മനോഹരമായി അധികം നാൾ കഴിയുന്നതിന് മുമ്പ് ഈ ഭവനം പണി പൂർത്തിയാക്കുന്നു. നാം ആ ഭവനത്തിൽ കയറി താമസിക്കുന്നു. പുറമേ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയുള്ള ഭവനം, നല്ല രീതിയിൽ പെയിൻ്റ് അടിച്ച് നല്ല രീതിയിൽ പണിതിരിക്കുന്നതായ, ആര് കണ്ടാലും കൊള്ളാം, നല്ല ഭംഗിയുണ്ട് എന്ന് പറയത്തക്ക രീതിയിൽ പണിതിരിക്കുന്നതായ ഒരു ഭവനം. എന്നാൽ ഇതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതായിരുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നാം ആ ഭവനത്തിൽ താമസിക്കുമ്പോൾ കാലം മാറുന്നു, കാലാവസ്ഥ മാറുന്നു, മഴയുടെ കാലം വരുന്നു, നല്ല ഇടിയോടുകൂടിയ മഴ പെയ്യുന്നു, കൊടുങ്കാറ്റടിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതല്ലാത്തതുകൊണ്ട് ആ ഭവനം താഴെ വീഴുന്നു. നാം വായിച്ചത് ഇങ്ങനെയാണ്, അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. ആ ഭവനത്തിലുണ്ടായിരുന്ന എല്ലാവരും ഉൾപ്പെടെ മരണത്തിലേക്ക് മാറ്റപ്പെട്ടതായ ഒരവസ്ഥ. എത്ര വേദനാജനകമായിരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ, എത്ര സങ്കടമായിരിക്കും ഇങ്ങനെയൊന്ന് സംഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ. ദൈവമക്കളെ, ഇത് കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വന്തം നാവ് ഉപയോഗിച്ച് പറഞ്ഞതായ വാക്യങ്ങളാണ്. എന്നാൽ ഭൗതികമായ ഒരു ഭവനം പണിയെക്കുറിച്ചല്ല കർത്താവ് പറഞ്ഞത്. നമ്മുടെ വീട് പണിതനെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ പറഞ്ഞത്. കർത്താവ് ഒരു മനുഷ്യൻ്റെ ആത്മാവ് ദൈവരാജ്യത്തിൽ എത്തുന്നതിന് ഈ ഭൂമിയിൽ അവൻ ചെയ്യേണ്ട ചില ഒരുക്കങ്ങൾ ചെയ്യാതെ പോയാൽ സംഭവിക്കുന്ന അപകടത്തെക്കുറിച്ചാണ്. നല്ല മനോഹരമായിരിക്കുന്നു, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ ആ ജീവിതത്തിലേക്ക് അവൻ അറിയാതെയാണ് പെട്ടെന്ന് മരണം കടന്നു വരുന്നത്. നാം ആരും പ്രതീക്ഷിക്കുന്ന സമയത്തല്ല നമ്മുടെ ജീവിതത്തിൽ മരണം കടന്നു വരുന്നത്. പലപ്പോഴും നാം പ്രതീക്ഷിക്കാതെ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക് മരണം കടന്നു വരാറുണ്ട്. ഏറ്റവും വേണ്ടപ്പെട്ടവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ലോകത്തോട് യാത്ര പറയുന്നുണ്ട്. പക്ഷേ ഏത് സമയത്ത് നമ്മൾ കടന്നുപോയാലും നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. നമ്മുടെ ആത്മാവ് ഒരുക്കമുള്ളതായിരിക്കണം. കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കുന്ന ആ നിത്യ സൗഭാഗ്യ തീരത്ത് എത്തുവാൻ തക്കവണ്ണമുള്ളതായ ഒരുക്കം നമ്മുടെ ആത്മാവിൽ നേടിയിരിക്കണം. ഇതാണ് കർത്താവ് ഈ ഉപമയിൽ കൂടി നമ്മളോട് പറഞ്ഞത്.
ഇത് പറയുമ്പോൾ കർത്താവ് അതിൻ്റെ തൊട്ട് മുകളിൽ യാഥാർത്ഥ്യം എന്താണെന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്നുണ്ട്. അതാണ് മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 22-ാം വാക്യം മുതൽ. കർത്താവേ, കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. കർത്താവായ യേശുവിൻ്റെ അടുക്കൽ വന്ന് കുറേ ആളുകൾ പറയുന്ന ചില ക്ലെയിമുകളാണ്, അവർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളാണ്. അവർ പറയുന്നത് കർത്താവേ, കർത്താവേ എന്നാണ്. യേശുവിനെ അവർക്ക് പരിചയമുണ്ട്. അവർക്ക് യേശുവിനെ കർത്താവേ എന്ന് വിളിച്ച് നല്ല ശീലമുണ്ട്. അതുകൊണ്ട് കർത്താവിനെ കണ്ടപ്പോൾ കർത്താവിനോട് അവർ പറയുകയാണ്, കർത്താവിന് വിളിക്കുകയാണ്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് സ്വർഗരാജ്യം തുറന്നു തരൂ, ഞങ്ങൾക്കും പ്രവേശനം തരൂ എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അവരതിനു വേണ്ടി എന്തെല്ലാം ക്ലെയിമാണ് പറയുന്നത്? അവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് അവർ തന്നെ മനസ്സിൽ വെച്ചിട്ടുള്ള, അവർ ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ മുഖാന്തരം അവർക്ക് കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവർ പറയുന്നു, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? കർത്താവെ, ഞങ്ങൾ എന്തെല്ലാം വേലകളാണ് ചെയ്തത്. ഒന്ന്, കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജനത്തോട് പ്രവചിച്ചു. വചനം പറഞ്ഞു കൊടുത്ത് അവരോട് പ്രവചനങ്ങൾ പറഞ്ഞു കൊടുത്തു. ജനത്തിൻ്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള കെടുതികളെക്കുറിച്ച്, അവർ മനം തിരിഞ്ഞില്ല എങ്കിൽ അവർക്ക് സംഭവിക്കുന്ന കെടുതികളെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു, പ്രവചിച്ചു കൊടുത്തു. നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. അനേക ഭൂതബാധയുള്ളതായ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന്, അനേക വ്യാധികൾ ബാധിച്ചതായ മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന് ഈ ഭൂതങ്ങളെ ഞങ്ങൾ പുറത്താക്കി കൊടുത്തു. കർത്താവെ, അത്ഭുതങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്തവരാണ്. എന്തെല്ലാം അത്ഭുത പ്രവർത്തികൾ! മാത്രവുമല്ല, വീണ്ടും പറയുന്നു, നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ? കർത്താവെ, നിന്റെ നാമത്തിൽ കൂടി വന്ന ജനത്തോട് നിന്റെ വചനം പറയുക മാത്രമല്ല, അവർക്ക് ആവശ്യമുള്ളതായ ഭൗതികമായ നന്മകൾ പോലും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഈ ഭൂമിയിൽ അവർക്ക് നേടിക്കൊടുത്തു. അതെല്ലാം ചെയ്തത് യേശുവിൻ്റെ നാമത്തിലാണ്. കർത്താവെ, ഇതെല്ലാം നടന്നത് ഞങ്ങളുടെ കണ്ണാലെ കണ്ടതാണ്. ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചതും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കിയതും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങൾ ജനത്തിന് ചെയ്തു കൊടുത്തതും എല്ലാം ഞങ്ങൾ കണ്ടതാണ്. കർത്താവെ, നിന്റെ നാമം ഉപയോഗിച്ചല്ലേ ഞങ്ങൾ ഇതെല്ലാം ചെയ്തത്? യേശു എന്ന നാമം ഉപയോഗിച്ചല്ലേ ചെയ്തത്? കർത്താവെ, അപ്പോൾ യേശു ഞങ്ങളുടെ സ്വന്തമല്ലേ? ദൈവമക്കളെ, ഇവർ പറഞ്ഞതൊന്നും നുണയല്ല. ഇവർ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഇവർ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്തു എന്ന് അവർ യേശുവിനോട് പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. കാരണം അവർ യേശുവിനോട് തന്നെയാണ് പറയുന്നത്, കർത്താവേ, നിന്റെ നാമത്തിൽ ഇതൊക്കെ ചെയ്തത് നീ കണ്ടതല്ലേ, നീ അറിഞ്ഞതല്ലേ എന്ന്. ഇത് പരമസത്യം തന്നെയാണ്. അവർ പറഞ്ഞതെല്ലാം സത്യമാണ്. പക്ഷേ അവർക്ക് സ്വർഗരാജ്യത്തിൻ്റെ വാതിൽ അടയ്ക്കപ്പെട്ടു. അവർക്ക് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചില്ല. അപ്പോഴാണ് അവർ പുറത്തു നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത്, കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന്. അപ്പോൾ കർത്താവ് അവരോട് പറയുന്ന ഒരു മറുപടി ഉണ്ട്. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ദൈവമക്കളെ, ഈ അത്ഭുതങ്ങളൊക്കെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർ ചെയ്യുമ്പോഴും കർത്താവ് അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇതെങ്ങനെ സംഭവിക്കും? യേശുവിൻ്റെ നാമത്തിലാണ് ഇവരെല്ലാം ചെയ്തത്. പക്ഷെ യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ദൈവമക്കളെ, ഇത് സംഭവിക്കുമോ? യേശുവിൻ്റെ നാമത്തിൽ പല വീര്യപ്രവർത്തികൾ ഒരാൾ പ്രവർത്തിക്കുന്നു. ദൈവമക്കളെന്ന് പേരുള്ളവരായവർ പ്രവർത്തിക്കുന്നു. പലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന ഒക്കെ മറുപടി ലഭിക്കുന്നു. അവർ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചോ അവർക്ക് രോഗസൗഖ്യം കിട്ടുന്നു. അവർ എന്ത് ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ അവർക്ക് ആ ആവശ്യം നിറവേറ്റി കിട്ടുന്നു. ദൈവമക്കളെ, അങ്ങനെ ഇവർ യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചത്, യേശുവിൻ്റെ നാമത്തിൽ തന്നെയാണ് പ്രാർത്ഥിച്ചതും. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു അവരോട് സമയമായപ്പോൾ, കാലമായപ്പോൾ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഇത് സംഭവിക്കുന്ന കാര്യമാണോ ദൈവമക്കളെ? ഇത് നടക്കുന്ന കാര്യമാണോ? ഇതെങ്ങനെ മനസ്സിലാക്കാം? ഇതെങ്ങനെ പിടികിട്ടും നമുക്ക്? യേശുവിൻ്റെ നാമത്തിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ചെയ്ത് അനുഭവമുള്ളവർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന്, യേശുവെ, ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരണമെന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിയുന്നില്ല എന്ന് കർത്താവ് പറയുന്നു. ദൈവമക്കളെ,
അതിൻ്റെ കാരണം എന്താണെന്ന് തൊട്ടടുത്ത വാക്യത്തിൽ 23-ാം വാക്യത്തിൽ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്തു പറയും. കർത്താവായ യേശു ക്രിസ്തുവിന് തെറ്റുപറ്റുകയില്ല. യേശു സകലവും അറിയുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആ ക്ലെയിം പറഞ്ഞുകൊണ്ട് വന്നവരായ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരണം, കാരണം ഞങ്ങൾ ഇന്നൊക്കെ ചെയ്തതാണ് എന്ന് കർത്താവിനോട് അവകാശവാദം പറഞ്ഞുകൊണ്ട് വന്നതായ ആ മനുഷ്യരോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒരു നാളും മാനസാന്തരം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഒരു നാളും എൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം സമർപ്പിച്ചിട്ടില്ല. ഇത് കർത്താവ് തീർത്തു പറയുകയാണ്. കാരണം എന്താണെന്നറിയാമോ? അതവിടെ കർത്താവ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ. ജീവിതത്തിൽ യേശുക്രിസ്തുവിന് ജീവിതം സമർപ്പിക്കുന്നു എന്ന് പറയുകയും എന്നാൽ ജീവിതത്തിലെ തെറ്റായ വഴികളോട്, പാപവഴികളോട്, പാപത്തോട് യാത്ര പറയാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ അവരെ അറിയുന്നില്ല. പിന്നെ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത്, അത് അത്ഭുതവാനായ യേശുവിൻ്റെ നാമമാണ്. യേശുവിൻ്റെ നാമം ആരെടുത്താലും അത്ഭുതം നടക്കും. ദൈവമക്കളെ, അത് സ്വാഭാവികമാണ്. ആര് യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. അത് ആ നാമത്തിൻ്റെ പ്രത്യേകതയാണ്, അത് യേശുവിൻ്റെ പ്രത്യേകതയാണ്, അത് ദൈവമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു വ്യക്തി യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അനുഭവം കിട്ടി എന്നുള്ളത് കൊണ്ട് ആ വ്യക്തി യേശുവിൻ്റെ മകനാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം വൃക്ഷത്തിൻ്റെ ഫലം കൊണ്ട് വൃക്ഷം ഏതാണെന്ന് നമുക്ക് മനസ്സിലാകും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാപത്തോട് യാത്ര പറഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്നത് സ്നേഹവും സമാധാനവും സന്തോഷവുമായിരിക്കും. ഇതാണ് യേശു നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ്. ദൈവമക്കളെ, ഇവിടെ കർത്താവ് പറയുന്നു, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അവരുടെ ജീവിതത്തിൽ പാപമുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്ക് തെറ്റാണെന്ന് കർത്താവ് ബോധ്യം കൊടുത്ത കാര്യങ്ങൾ അവർ ഉപേക്ഷിക്കാൻ മനസ്സായില്ല. ഇത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. നാം വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. വളരെ മനോഹരമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ വീട് നല്ല മനോഹരമാണ്. എല്ലാം ഉണ്ട്. പ്രാർത്ഥനയുണ്ട്, സുവിശേഷ പ്രവർത്തനങ്ങളുണ്ട്, മറ്റുള്ള ദൈവമക്കളെ സഹായിക്കാൻ വേണ്ടി ഓടി നടക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ വേലയുമായിട്ട് എല്ലാം ചേർന്ന് നിൽക്കുന്നുണ്ട്, ഉറക്കമിളയ്ക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി ഓടുന്നുണ്ട്, ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ പൈസ മുടക്കുന്നുണ്ട്. ദൈവമക്കളെ, പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാം ഉണ്ട്, ഭക്തിയുടേതായ എല്ലാം കയ്യിലുണ്ട്. പക്ഷെ ജീവിതത്തിൽ പാപം ഇരിക്കുന്നു. പാപത്തോട് യാത്ര പറയാൻ മനസ്സില്ല. ഇത് തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്. ദൈവനാമം മഹത്വപ്പെടട്ടെ. 6:46 നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് എന്ത്? കേട്ടോ, കർത്താവ് പറഞ്ഞു വളരെ കൃത്യമാണ്. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു, യേശുവിന് വേണ്ടി ഓടി നടക്കുന്നു, യേശുവിന് വേണ്ടി അധ്വാനിക്കുന്നു. പുറമേ നോക്കുമ്പോൾ എല്ലാം ദൈവപൈതലിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ വേലയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി. പക്ഷേ അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതെന്ത്? നിങ്ങളിതെല്ലാം ചെയ്യുമ്പോഴും എൻ്റെ വചനത്തിലുള്ളതായ, ഞാൻ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തോട് യാത്ര പറഞ്ഞിട്ടില്ല, നിങ്ങൾ സ്നേഹിക്കുന്നില്ല, നിങ്ങൾ മറ്റുള്ളവരെ കരുതുന്നില്ല, കരുണ കാണിക്കുന്നില്ല. അവിടെ കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്, 46-ന്റെ അടുത്ത വാക്ക് ഇങ്ങനെയാണ്, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനെല്ലാം ഇന്നവനോട് തുല്യനാകുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. ദൈവമക്കളെ, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വചനം കേൾക്കുന്നവർ, യേശുവിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം എന്ത് പറഞ്ഞിരിക്കുന്നു അതാണ് പ്രധാനപ്പെട്ടത്. മനുഷ്യർ എന്ത് പറയുന്നു എന്നുള്ളതല്ല, മനുഷ്യർ എന്ത് വ്യാഖ്യാനം കൊടുക്കുന്നു എന്നുള്ളതല്ല, ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു, ദൈവത്തിൻ്റെ വചനത്തിൽ എങ്ങനെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതനുസരിച്ചാണോ നമ്മൾ ജീവിക്കുന്നത്? ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ടുമാണ് ഞാനിത് പറയുന്നത്. വളരെ ഭയത്തോടെ തന്നെയാണ് ഇത് പറയുന്നത്. കാരണം എനിക്കും അറിയാം, ഒരു ദിവസം മരണം കടന്നു വരും, വൻമഴ ചൊരിയും, നദികൾ പൊങ്ങും, കാറ്റടിക്കുമെന്ന് എനിക്കും അറിയാം. അന്ന് എൻ്റെ ഭവനവും തകർന്നു വീണാൽ, എൻ്റെ വീടും തകർന്നു വീണാൽ, എൻ്റെ ആത്മാവും നരകത്തിലേക്ക് പോയാൽ നഷ്ടമാണ്. പിന്നീട് തിരിച്ചെടുക്കാൻ സാധ്യമല്ല, പിന്നീട് മടങ്ങി വരാൻ സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ജീവനോടെ ശേഷിക്കുമ്പോൾ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ ഉടയവനായി മാറാൻ സാധിക്കുകയുള്ളൂ. മരണശേഷമല്ല, ഈ മരണത്തിന് മുമ്പാണ് ദൈവരാജ്യത്തിൻ്റെ ഉടയവനായി മാറേണ്ടത്. അതിനെന്താണ് ചെയ്യേണ്ടത്?
യേശുക്രിസ്തുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പാപത്തോട് യാത്ര പറയുക. ദൈവമക്കളെ, മറ്റുള്ളവരെ സ്നേഹിക്കുക. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവമക്കളെ, ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയത്തോടെയാണ് പറയണമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഭാര്യമാരെ സ്നേഹിക്കണം, ഭാര്യമാരെ കരുതണം, ഭാര്യമാരെ ബഹുമാനിക്കണം. ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുള്ളതുണ്ട്, ഭാര്യമാരോട് ചെയ്യേണ്ടതാണിത്. ഇനി ഭാര്യമാർ ഭർത്താവിനെ കരുതനെ കുറിച്ചും പറയുന്നുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ, ഒരു അപ്പൻ എന്നുള്ള നിലയിൽ ഞാൻ ചിന്തിച്ച് നോക്കിയാണ് ഇതെൻ്റെ ജീവിതത്തിൽ എത്രത്തോളമുണ്ട്. ദൈവമക്കളെ, ഞാനിത് ചെയ്യുന്നില്ല എങ്കിൽ, യേശുവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ വചനം ഞാൻ അനുസരിക്കുന്നില്ല എങ്കിൽ, എൻ്റെ ഭവനം തകരുമ്പോൾ, ഞാൻ മരണം വഴി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ചെല്ലുന്നത് കയറുന്നത് നരകത്തിലേക്കായിരിക്കും. പിന്നീടൊരു മാറ്റമില്ല. പിന്നീട് എനിക്ക് ദൈവരാജ്യത്തിലേക്ക് ഒരു പ്രവേശനമില്ല. ദൈവമക്കളെ, ഞാൻ ഭയത്തോടെ പറയാൻ കാരണം അതാണ്. നമ്മുടെ ജീവിതത്തിലും ഒന്ന് തിരിഞ്ഞു നോക്കുക. പുറമേ നമ്മളെല്ലാം അഴകായി ശോഭിക്കുന്നുണ്ട്, പുറമേ എല്ലാം ഭംഗിയായി കെട്ടിപ്പടുത്തിയിട്ടുണ്ട്, പുറമേ ഒരു ദൈവപൈതലിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമുക്കുണ്ട്. വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്, സുവിശേഷം പരക്കുന്നതിന് വേണ്ടി ഓടിച്ചാടി നടക്കുന്നുണ്ട്, കൺവെൻഷനുകൾ നടത്തുന്നുണ്ട്, ആളുകളെ ക്ഷണിക്കുന്നുണ്ട്, നോട്ടീസ് കൊടുക്കാൻ പോകുന്നുണ്ട്, വചനം പറയുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്, ഗാനം ആലപിക്കുന്നുണ്ട്. എല്ലാം ശരിയാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ വചനം നമ്മൾ അനുസരിക്കുന്നുണ്ടോ? യേശുവിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നുണ്ടോ? അത് ഈ വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നറിയുവാൻ വേണ്ടി നാം ദൈവത്തിൻ്റെ വചനവുമായി നമ്മുടെ സ്വന്തം ഭവനത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുന്നുണ്ടോ? വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒരു ദൈവപൈതൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ എത്ര സമയം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നുവോ അത്ര സമയം ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കണം. എൻ്റെ ജീവിതത്തിലുള്ളതായ പാപങ്ങൾ, തെറ്റുകൾ ഞാൻ കണ്ടുപിടിക്കണം. ഞാൻ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത്, ഞാൻ എവിടെയാണ് തിരുത്തേണ്ടത്? ദൈവമക്കളെ, ഞാൻ നന്നായി അറിയുന്നുണ്ട്, തിരുത്താതെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം അനുസരിക്കാതെ വേല ചെയ്താൽ വലിയ തിരിച്ചടികൾ ലഭിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. അത് ഭൗതികമായിട്ടും ആത്മീകമായിട്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും. ഭൗതികമായ നഷ്ടങ്ങളിലേക്ക് നയിക്കും, ആത്മീകമായി തകർന്ന് തരിപ്പണമാകും. ഇത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വളരെ വ്യക്തമായി പറയുന്നത്. വളരെ ഗൗരവത്തോടുകൂടി ദൈവമക്കള എന്ന് പേരുള്ളതായ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. പുറമേ നല്ല അഴകായി, പുറമേ നല്ല മോടിയായി, നല്ല പെയിന്റ് അടിച്ച്, നല്ല നിറമുള്ളതായ, നല്ല മനോഹരമായിരിക്കുന്ന പൂങ്കാവനം അല്ലെങ്കിൽ ഗാർഡൻ എല്ലാം ഉള്ളതായ ഒരു ഭവനം. പക്ഷേ അടിസ്ഥാനം മണലിൽ മേലാണ് എങ്കിൽ വേനൽക്കാലത്ത് കുഴപ്പമില്ല, ഒരു സമയത്തേക്ക് കുഴപ്പമില്ല. ഒരു സമയം ഈ വീടങ്ങനെ മുമ്പോട്ട് പോയിക്കൊള്ളും, ആ വീട് അവിടെ തന്നെ നിന്നുകൊള്ളും. നല്ല വേനലുള്ളതായ സമയത്ത്, മഴ പെയ്യാത്ത കാലത്ത് ഒരു കുഴപ്പമില്ല, ആരും അറിയില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മണലാണ് കിടക്കുന്നതെന്ന് പുറമേ നോക്കുന്ന മനുഷ്യർക്ക് ആർക്കും മനസ്സിലാവുകയില്ല. പക്ഷേ ദൈവമക്കളെ, അടിസ്ഥാനം എന്താണെന്ന് വെളിപ്പെടുന്ന ഒരു ദിവസം വരും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആ സമയത്ത്, ആ വെളിപ്പെടുന്നതായ സമയം, ആ മരണത്തോടടുക്കുന്ന സമയം, ദൈവമക്കളെ, നമ്മൾ ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടതായ, അഭിമുഖീകരിക്കേണ്ടതായ ഒരു സമയമാണ് മരണമെന്ന് പറയുന്നത്. അന്ന് നമ്മുടെ ജീവിതത്തിൽ ശരിയായ മാറ്റം വന്നിട്ടില്ല എങ്കിൽ, പാപത്തോട് നമ്മൾ യാത്ര പറഞ്ഞിട്ടില്ല എങ്കിൽ, നമ്മുടെ ആത്മാവ് നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകും. അത് നമുക്ക് സംഭവിക്കരുത്. കർത്താവ് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതിലല്ല, അത്ഭുതങ്ങളും അതിശയങ്ങളും ചെയ്യുന്നതിലല്ല, കർത്താവിൻ്റെ വേല ചെയ്യുന്നതിലല്ല. എന്നാൽ വേല ചെയ്യണ്ടേ, വേല നടക്കണ്ടേ, കർത്താവിന് വേണ്ടി അധ്വാനിക്കണ്ടേ? ഇതെല്ലാം ശരിയാണ്, അതും ചെയ്യേണ്ടതാണ്. പക്ഷേ ഒന്നാമത് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുക, നമ്മുടെ ജീവിതത്തിലെ പാപത്തോട് യാത്ര പറയുക, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ദൈവമക്കളെ, യേശുക്രിസ്തു ഹൃദയത്തിലുണ്ടെന്ന് ഉറപ്പുവരുത്താതെ വേലയ്ക്ക് ഇറങ്ങരുത്, വേലയ്ക്ക് വേണ്ടി മുൻപന്തിയിലേക്ക് ഇറങ്ങരുത്. വളരെ വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്തു എന്നുള്ളതല്ല, വേലയ്ക്ക് വേണ്ടി അധ്വാനിച്ചു എന്നുള്ളതല്ല, പൈസ മുടക്കി എന്നുള്ളതല്ല. നമ്മുടെ ഹൃദയത്തിൽ യേശു ഉണ്ടോ, നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നുണ്ടോ? ഇതാണ് പ്രധാനപ്പെട്ടതായ കാര്യം. ഇല്ലെങ്കിൽ ഒരു ദിവസം വരും, മരണം നമ്മളെ അഭിമുഖീകരിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് നമ്മെ സഹായിക്കാൻ ആർക്കും സാധ്യമല്ല. മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു വ്യക്തി ആർക്ക് സഹായിക്കാൻ സാധിക്കും? മരണത്തെ തടയാൻ ഈ ലോകത്ത് ആരെ കൊണ്ട് സാധിക്കും? ആർക്കും സാധ്യമല്ല ദൈവമക്കളെ. എന്നാൽ ആ സമയത്ത് സമാധാനത്തോടെ അക്കരെ ദേശത്തേക്ക് കടന്നു പോകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ യേശു ഉണ്ടായിരിക്കണം, നമ്മുടെ ജീവിതത്തിൽ യേശു ഉണ്ടായിരിക്കണം, നമ്മൾ യേശു ഉള്ളവരായിരിക്കണം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ പൂർണ്ണനായി നിന്നതുകൊണ്ടല്ല നിങ്ങളോട് പറയുന്നത്. ഇന്ന് ഞാൻ ഭയത്തോടു കൂടി തന്നെയാണ്, ഇന്ന് ഞാൻ വിറയലോടു കൂടി തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും വീഴാവുന്ന ഒരു വഴിയാണിത്, ആത്മീയ വഴി എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇന്ന് പല സുവിശേഷങ്ങൾ കേൾക്കുന്നുണ്ട്.
പല സുവിശേഷങ്ങൾ കേൾക്കുന്നവരാണ്. ഇന്ന് ഈ സാമൂഹിക മാധ്യമങ്ങൾ ധാരാളമുള്ളതായി ഈ കാലഘട്ടത്തിൽ ഒന്ന് യൂട്യൂബ് എടുത്താൽ ഏത് സഭയുടെ വേണമെങ്കിലും ഏത് വ്യക്തിയുടെ വേണമെങ്കിലും സുവിശേഷം കേൾക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ദൈവമക്കളെ, പലപ്പോഴും ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. മനുഷ്യന്റെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ച് പറയുന്ന സുവിശേഷം തീരെ കുറവാണ്, വളരെ വിരളമാണ്. മനുഷ്യന്റെ ജീവിതം മാറിയില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല എന്ന് പറയുന്ന സത്യവചനം പറയുന്നതായ സുവിശേഷങ്ങൾ വളരെ കുറവാണ്, തുലവും ചുരുക്കമാണ്. പലപ്പോഴും ഭൗതികമായ നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പണം കൊടുത്ത് പ്രാർത്ഥിക്കുന്ന, ഈ ഭൂമിയിൽ വിസ കിട്ടുന്നതിന് വേണ്ടി, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ വിസ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇതുപോലെയുള്ളതായ സുവിശേഷങ്ങളാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വേണം, വേണ്ടേ, നല്ലതാണ്. ഈ ലോകത്തിൽ നമുക്ക് ജോലി വേണം, വേണ്ടേ, നല്ലതാണ്. ഇതൊക്കെ ശരിയാണെങ്കിലും മനുഷ്യന്റെ ആത്മാവിന്റെ കാര്യം ഒന്നാമത് ശരിയാക്കണമെന്ന് പറയുന്ന സുവിശേഷം വളരെ തുലവും ചുരുക്കമാണ്. എന്നാൽ ദൈവമക്കളെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 10-28 വർഷമായി ഞാൻ ഈ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നു, കാൽവരി പ്രയർ ഫെലോഷിപ്പിനോട് ചേർന്ന് നിൽക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ വന്ന നാൾ മുതൽ ഇവിടെ കേൾക്കുന്നതായ ദൈവത്തിന്റെ വചനം നിന്റെ ജീവിതം മാറണമെന്നാണ്, നിന്റെ ജീവിതത്തിലെ പാപത്തോട് യാത്ര പറയണമെന്നാണ് എന്നോട് വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. ഞാൻ സുവിശേഷം കേൾക്കാൻ വന്ന കാലം മുതൽ ഈ വചനത്തിൽ കൂടെ ഞാൻ കേൾക്കുന്നു, ഈ കൂട്ടായ്മയിൽ ഞാൻ കേൾക്കുന്നു, എൻ്റെ ജീവിതത്തിലെ പാപത്തോട് യാത്ര പറയണം, ദൈവസന്നിധിയിൽ ഇരിക്കണം, ഈ ദൈവവചനവുമായിട്ടിരിക്കണം. ജീവിതത്തിലെ ഓർമ്മ വെച്ച കാലം മുതൽ വന്നതായ പാപങ്ങളെ കണ്ടുപിടിക്കണം. ആ പാപങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കണം. അത് ഓരോന്നും എടുത്ത് കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ ഏറ്റുപറയണം. പറയുന്നതോടൊപ്പം കർത്താവിനോടൊരു വാക്ക് പറയണം, കർത്താവെ, ഇനി ഞാനിത് ആവർത്തിക്കുകയില്ല, ഇനി ഞാനിത് ചെയ്യുകയില്ല. ദൈവമക്കളെ, ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിൽ ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ഞാൻ പൂർണ്ണനായി എന്നല്ല പറയുന്നത്. ഇപ്പോഴും തെറ്റുകൾ പറ്റുന്നുണ്ട്, ഇപ്പോഴും ജീവിതത്തിൽ പാപങ്ങൾ വരുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ഹൃദയം ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട്, എൻ്റെ ചിന്തകൾ ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ എനിക്കൊരു ബോധ്യമുണ്ട്, ഞാൻ ശരിയായിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ഇന്ന് കർത്താവായ യേശു ക്രിസ്തു എനിക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരാഗ്രഹമുണ്ട് ദൈവമക്കളെ, യേശു ക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി, ഒരു വിശുദ്ധനായി, കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു വിശുദ്ധി പ്രാപിച്ചുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തിയായി തീരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിൽ പാപം മാറിയ ഒരു അനുഭവമുണ്ടോ? പാപത്തോട് യാത്ര പറഞ്ഞ ഒരു അനുഭവമുണ്ടോ? ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പാപം ചെയ്യുകയില്ല എന്ന് വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തുവിനോട് ഉടമ്പടി എടുത്ത ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഇല്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ദൈവമക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ പാപത്തോട് യാത്ര പറഞ്ഞിരിക്കണം. അത് മനുഷ്യൻ തന്നെത്താൻ എടുക്കേണ്ട തീരുമാനമാണ്, സ്വയമായിട്ട് എടുക്കേണ്ട തീരുമാനമാണ്. ഏറെ നാൾ ദൈവവേലയുമായി ബന്ധപ്പെട്ട് നിന്നാൽ, ഏറെ നാൾ കൂട്ടായ്മയോട് ചേർന്ന് നിന്നാൽ പാപം മാറുകയില്ല. പാപത്തെ ഉപേക്ഷിക്കാതെ, പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ മനുഷ്യ ജീവിതത്തിൽ നിന്ന് പാപം മാറുകയില്ല. ആ പാപം മാറിയാലോ പാറമേൽ അടിസ്ഥാനമിട്ട വീടിന് തുല്യമാകും. ദൈവമക്കളെ, അവിടെ മരണം വന്നാൽ ആ ആത്മാവ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ ഭാഗവും ഇവിടെ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദൈവമക്കളെ, എന്തു പറയുന്നു? യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം ഒരിക്കലായി സമർപ്പിക്കുവാൻ, പാപത്തോട് എന്നേക്കുമായി യാത്ര പറയുവാൻ, യേശുവിൻ്റെ വേല പാപം കൂടാതെ ചെയ്യുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതിനായി യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ മനസ്സുണ്ടോ? എങ്കിൽ നമുക്ക് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ ദൈവമേ, കരുണയുള്ള കർത്താവേ, അടിയങ്ങളുടെ ജീവിതത്തിലേക്കും ഒരു ദിവസം മരണം കടന്നു വരുമെന്ന് ഞങ്ങൾ അറിയുന്നു. അന്ന് കർത്താവെ, പാറമേൽ അടിസ്ഥാനമുള്ള വീട് പണിതതിന് തുല്യമായി അടിയങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആത്മീയം കെട്ടിപ്പിടുക്കിയവരായി ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നിൽക്കുവാൻ, കർത്താവെ, പാപത്തോട് യാത്ര പറഞ്ഞവരായി നിൽക്കുവാൻ ഈ വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, അടിയങ്ങൾ അവിടത്തോടൊരു വാക്ക് പറയുന്നു, ഇന്ന് മുതൽ ഞങ്ങൾ യേശുവിൻ്റെ വക, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിന്മേൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. കർത്താവെ, ഈ വചനം കേട്ട് സമർപ്പണം എടുത്ത ഓരോരുത്തരുടെയും പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. പാപത്തോട് യാത്ര പറയുവാൻ മനസ്സലിയണമേ. പാപത്തോട് യാത്ര പറയുവാനുള്ള സമർപ്പണം കൊടുക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. എല്ലാ മടിയങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ, ആമേൻ.